ഹലോ എവ്രി വൺ, ഞാൻ ശ്രുതി. ലോഗ്രാറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ബുധനാഴ്ച നടന്നിട്ടുള്ള സെക്രട്ടേറിയറ്റ് OAയുടെ പ്രൊഫഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ട് എന്തൊക്കെ ആൻസേഴ്സ് ആണെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഓൾറെഡി ആൻസർ കീ. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ 5 ദിവസത്തിനകം തന്നെ ചലഞ്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ കോഡ് A ആണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവർ അതിനനുസരിച്ചിട്ട് നോക്കി പോവാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും അരാജകത്വവും ആരുടേതാണ്? ചെയ്തു ശങ്കരൻ നായർ. ഓപ്ഷൻ D ആണ് ആൻസർ വരുന്നത്. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ കാലക്രമത്തിൽ എഴുതുക എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ ഓപ്ഷൻ C ആണ് കേട്ടോ. 2, 1, 3, 4 എന്നിവയാണ് തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കുകയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമായിട്ടുള്ള ചേരുംപടിയാണ്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക തന്നെയാണ്. ഗദ്ദാർ പാർട്ടി, ഫോർവേഡ് ബ്ലോക്ക് എന്നൊക്കെ തന്നിരിക്കുന്നതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. അതുപോലെ ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ഓപ്ഷൻ B ആണ് ആൻസർ. ഏഴാമത്, ഉത്തരേന്ത്യയിൽ സമുദ്രങ്ങളിൽ ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമാണ് ചോദിച്ചിരിക്കുന്നത്. മാംഗോ ഷവർ. ഓപ്ഷൻ B ആണ് ആൻസർ. അതുപോലെ തന്നെ പെരിഹീലിയൻ ദിനം എന്നാണ്. ഓപ്ഷൻ A ആണ് ജനുവരി 3. ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ C ആണ്. ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 10ാമത്. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. എക്കൽ വിഷറികൾ സമ്പന്നമാണ് ഇവിടെ. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, 1986 കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ ജലപാത 3 എന്നാണ് ആൻസർ. ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത് കേട്ടോ. ആൻസേഴ്സ് മാത്രമേ വായിച്ചു പോകുന്നുള്ളൂ, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പം നിങ്ങൾ വേഗം ആൻസേഴ്സ് നോക്കി പോവുക കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ, മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി സാഹിത്യകാരനാണ്. ഓപ്ഷൻ B ആണ് MT വാസുദേവൻ നായർ. 13, കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ C ആണ് 10ാം പഞ്ചവത്സര പദ്ധതി. 14, വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലെ സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന നയമാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ് സ്വകാര്യവൽക്കരണം. 15, സാമ്പത്തിക ചോർച്ച സിദ്ധാന്തമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാണ്. ആൻസർ ഓപ്ഷൻ D ആണ്. ദാദാഭായ് നവറോജി ആണ് കൊടുത്തിരിക്കുന്നത്. 16, ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം നീതി ആയോഗ്. ഓപ്ഷൻ B ആണ് ആൻസർ. 17, ഹോട്ടൽ വ്യവസായം. ആൻസർ വന്നിരിക്കുന്ന ഓപ്ഷൻ C ആണ് തൃതീയ മേഖല. 18, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായവയാണ്. തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ശരിയാണ്. ഓൾ ഓഫ് ദി എബവ് ആണ്. A ആണ് ആൻസർ വരുന്നത്. 19, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്തതാണ് ചോദിച്ചത്. ആൻസർ വരുന്ന ഓപ്ഷൻ C ആണ്. 1, 2, 3 ശരി, 4 തെറ്റ് എന്നുള്ളതാണ് കേട്ടോ. 20, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യം നിർബന്ധിതമായ വിദ്യാഭ്യാസം കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ്. ആൻസർ ഓപ്ഷൻ B ആണ്. 86ാം ഭേദഗതി. 21, 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ A ആണ്. മോട്ടിലാൽ നെഹ്റു. 22, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതെന്നാണ്. ഓപ്ഷൻ B ആണ് രാഷ്ട്രതലവന്റെ പേര്. 23, വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ C ആണ്. 40 ആണ് കേട്ടോ. 24, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ C ആണ്. ലോർഡ് റിപ്പൺ. 25, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയുടെ ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ B ആണ്. ഉത്തരാഖണ്ഡ്. 26, 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്. പാർലമെന്ററി കാര്യ സമിതി. 27, തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ C ആണ്. 1, 3 മാത്രം ശരി. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 28, സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരുന്നത് 1ഉം 2ഉമാണ്. SRT പോയിന്റുകളാണ് കേട്ടോ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. 29, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ A ആണ്. 1ഉം 2ഉം. 30, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ D ആണ്. ഓൾ ഓഫ് ദി എബവ്. എല്ലാം ശരിയാണ്. 31, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ E ആണ്. 1ഉം 2. 32, കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ D ആണ്. 1ഉം 3ഉം മാത്രം. 33, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ C ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി കേട്ടോ. 34, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതെന്നാണ്. ഓപ്ഷൻ B ആണ്. എപ്പിഗ്ലോട്ടിസ്. 35, ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ C ഹീമോഫീലിയ. 36, ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. ഓപ്ഷൻ D ഫിലേറിയൽ വിര മന്ത് എന്നതാണ് ശരിയായിട്ടുള്ള ജോഡി. 37, ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത
ബർണിഘട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ ആണ് മേഘാലയ കേട്ടോ. 38 രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. ക്രോമസോം നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 ശരി 2 തെറ്റ്. 39 3 ഏത് ജീവിവർഗമാണ് ഈ ഇടയ്ക്ക് പറമ്പിക്കുളത്ത് നിന്നും കണ്ടെത്തിയതാണ്? ഓപ്ഷൻ സി ആണ് ചിത്രശലഭം കേട്ടോ. 40 മനുഷ്യന്റെ ചലന സഞ്ചാരവും സാധ്യമാക്കുന്ന പേശി വ്യവസ്ഥയാണ്, അതുപോലെ മനുഷ്യന്റെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന അസ്ഥി വ്യവസ്ഥയാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ് കേട്ടോ. ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, സൂക്രോസ് കരിമ്പ്, അതുപോലെ തന്നെ മാംസ്യം പയറുവർഗ്ഗങ്ങൾ, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 42 താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നീല. 43 മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാൻ പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് എന്തിൽ നിന്നുമുള്ള സംരക്ഷണത്തിനാണ്? ഉയർന്ന മർദ്ദമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 44 ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, മിഥ്യാ പ്രതിബിംബം. 45 നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ, നാസ. 46 ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഓപ്ഷൻ സി ആണ്, ചൈന. 47 മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസവാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, വ്യാപ്തം വർദ്ധിക്കുന്നു. 48 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇരുമ്പ് തുരുമ്പാകുന്നു. 49 ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, pH 0 to 7. 50 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, പെഗ്ഗി വിറ്റ്സൺ ആണ് കേട്ടോ. 51 കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ്, നിർമ്മല സീതാരാമൻ. 52 രാമായണ മാട്ടക്കഥ രചിച്ചതാരാണ്? ഓപ്ഷൻ സി ആണ്, കൊട്ടാരക്കര തമ്പുരാൻ. 53 കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ ആണ്, ഗുരു ഗോപിനാഥ്. 54 പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ്? ഓപ്ഷൻ ഡി PT ഉഷ. 55 സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ഓപ്ഷൻ ബി ആറ്റുകാൽ ക്ഷേത്രം. 56 ജയദേവന്റെ ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ എ ആണ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. 57 കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വി സുനിൽകുമാർ. 58 ഇക്കോ ടൂറിസം പ്രസിഡന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന ഖേദൂർ പക്ഷി കേന്ദ്രം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാസർഗോഡ്. 59 താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ഇ ആണ്, 2, 3, 4 എന്നിവ ശരിയാണ്. IT-യുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 60 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 3, 4 എന്നിവ ശരിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. 61 2023 ജൂണിൽ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതമേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഐരാവത്. 62 കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ്, E-Cube. അടുത്തത് IT-യുമായി ബന്ധപ്പെട്ട ഒരു ചേരുംപടിയാണ്. 63ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 D, 2 C, 3 A, 4 B എന്നുള്ളതാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. 64 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം തെറ്റാണ്. 65 ഗാർഹിക പീഡന നിരോധനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ഓപ്ഷൻ ഡി ആണ്, പ്രൊട്ടക്ഷൻ ഓഫീസർ. 66 കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര കമ്മീഷണർമാരും. 67 ലൈംഗിക കുറ്റകൃത്യത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പ്രകാരം കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 68 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ സി ആണ്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. 69 ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്, മധ്യപ്രദേശ്. 70 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഉൾപ്പെടുന്നവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാമാണ് കേട്ടോ. ഇനി 71 തൊട്ട് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസേഴ്സ് മാത്രം വായിച്ചു പോകാണ് കേട്ടോ. 71 ഓപ്ഷൻ സി ആണ്, 72 ഓപ്ഷൻ ഡി ആണ്, 73 ഓപ്ഷൻ ബി തന്നെയാണ്, 74 ഓപ്ഷൻ എ ആണ്, 75 ഓപ്ഷൻ ഡി ആണ്, 76
ഓപ്ഷൻ ബി. 77 ഓപ്ഷൻ സി. 78 ഓപ്ഷൻ സി ആണ്. 79 ഓപ്ഷൻ സി ആണ്. 80 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതുപോലെ ഇംഗ്ലീഷും ഓപ്ഷൻസ് ആണ് നോക്കി പോകുന്നത്. 81 ഓപ്ഷൻ ബി ആണ്. ദ ബക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ് എന്നുള്ളതാണ്. അതുപോലെ 82 ദ യൂറോപ്യൻസ് ഓപ്ഷൻ എ ആണ് ആൻസർ. 83 ഹാവ് ദേ എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ. 84 സി ആണ്. വിൽ സ്റ്റേ എന്നുള്ളതാണ് ആൻസർ. 85 ഓപ്ഷൻ ഡി ആണ്. അലക്സ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക് എന്നുള്ളതാണ്. 86 ബി ക്രിമിനൽ. 87 സി അറ്റൻറ്റീവ് എന്നുള്ളതാണ്. 88 എ ലുക്ക് ഓവർ. 89 ഇൽ എലിജിബിൾ. അതുപോലെ 90 ഡി എക്സ്ട്രീംലി ഹാപ്പി ഓർ എലിവേറ്റഡ് എന്നുള്ളതാണ്. മലയാളം ക്വസ്റ്റ്യൻസിൽ 91ാമത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയായിട്ടുള്ള പദങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 92 പിരിച്ചെഴുതുകയിൽ മഹത് അധികം മുന്നം ഓപ്ഷൻ ബി ആണ് PSC കൊടുത്തിരിക്കുന്നത്. 93 ഓപ്ഷൻ സി ആണ് പരാധീനം എന്നുള്ളതാണ്. 94 ഓപ്ഷൻ ഡി ഭൂമി. 95 ചേർത്തെഴുതുക എന്നായിരുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ. 96 തന്നിരിക്കുന്ന ശരിയായ വാക്യമാണ് ഓപ്ഷൻ സി ആണ്. ജയിൽ മോചിതനായതിനു ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. 97 ശരിയായ സ്ത്രീലിംഗ ശബ്ദം തിരഞ്ഞെടുക്കുകയാണ് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരി എന്നുള്ളതാണ്. 98 ഒറ്റപ്പദം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഓപ്ഷൻ ഡി ആണ് പ്രേക്ഷകൻ. 99 തർജ്ജമയായിരുന്നു ഓപ്ഷൻ സി ആണ് പ്രാദേശികാധിപത്യം. 100 പഴഞ്ചൊല്ല് കണ്ടെത്തുകയായിരുന്നു. ഉണ്ട ചോറിന് കല്ലിടരുത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പം ഇത്രയും 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഓൾറെഡി ആൻസർ കീസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 3-4 ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. 5 ദിവസത്തിനകത്താണ് നമുക്ക് ചലഞ്ച് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള 5 ദിവസത്തിനകമാണ് കേട്ടോ. ആൻസർ കീ ഇന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തൊട്ട് 5 ദിവസത്തിനുള്ളിലാണ് ചലഞ്ച് ചെയ്യേണ്ടത്. അതുപോലെ ഒരു കട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒരുപാട് ഈസി എന്ന് പറയത്തക്ക ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, എന്നാൽ ഒരുപാട് ടഫ് എന്ന് പറയുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ അല്ല. എന്നാൽ ഒരു ആവറേജ് ലെവലിൽ നമുക്ക് അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ സംശയം തോന്നുന്ന രീതിക്ക് നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ 70 റേഞ്ചിൽ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒരുപാട് കുറയാൻ സാധ്യതയില്ല. പിന്നെ ഇപ്പോഴെന്ന് പറയുന്നത് 800 പേരുടെ ലിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് 800 സംതിങ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ PSC ഇനി ഇടാൻ പോകുന്നത് ഒരു 800-ന് മേളിൽ ഒരു 1000 പേരുടെ ലിസ്റ്റൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫിൽ നിങ്ങൾക്ക് കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും കേട്ടോ. കുറച്ചൊന്ന് താഴാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ 800 ഇപ്പോൾ PSC ചുരുക്കിക്കൊണ്ടാണ് വരുന്ന പട്ടിക. അപ്പോൾ 800-800 താഴോട്ടോ ഒക്കെയാണ് ആളുകളെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫ് ഉയരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ലിസ്റ്റ് എത്ര പേരെ എടുക്കുന്നു എന്നുള്ളതിനിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ബാക്കിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. ഒരു അറൗണ്ട് ഒരു 68 to 75-നകത്ത് ഒരു കട്ട് ഓഫ് വരാനാണ് സാധ്യത കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.